നമസ്കാരം. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ വ്യോമസേന. മത്മറ മേഖലയിലെ ചില കെട്ടിടങ്ങൾക്ക് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള തീവ്രവാദികൾ ഇവിടെ തമ്പടിച്ച് ഇസ്രായേലിലേക്കുള്ള ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇവിടേക്ക് പാഞ്ഞെത്തി ആക്രമണം നടത്തിയത്. നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇനിയും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇന്ന് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ ലെബനനിൽ നിന്ന് നിരവധി തവണ റോക്കറ്റ് ആക്രമണം നടത്തി. എന്നാൽ ആക്രമണത്തിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ടില്ല. അപ്പർ ഗലീലി മേഖലകളിലേക്കാണ് കൂടുതലും ഇവരുടെ റോക്കറ്റുകൾ പാഞ്ഞെത്തിയത്. ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്തെറിയുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ ആക്രമണത്തിൽ ഒരു കെട്ടിടം തകർന്നതായിട്ടാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. പിന്നീട് ഇക്കാര്യം ഇസ്രായേലും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു കെട്ടിടത്തിന് തീപിടിച്ചത് പിന്നീട് ഫയർഫോഴ്സ് എത്തി അണയ്ക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം ഇപ്പോഴും തുടരുകയാണ്. ജനിൻ നഗരത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഒടുവിലായി പിന്മാറിയത്. വെസ്റ്റ് ബാങ്ക് മേഖല കേന്ദ്രീകരിച്ച് നിരവധി പലസ്തീൻ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഈ മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതും ഇവിടെ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നതും. വെസ്റ്റ് ബാങ്കിൽ മാത്രം 10 ദിവസം നീണ്ടുനിന്ന ആക്രമണമാണ് ഇവിടെ നടന്നത്. വീട് കയറിയുള്ള പരിശോധനകളും മറ്റും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ തന്നെ ഇവിടെ നടത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതേവരെ 21 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ പലരും തീവ്രവാദികളാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ പാലസ്തീൻ ആരോപിക്കുന്നത് നിരപരാധികളായ മനുഷ്യരെയാണ് ഇവിടെ ഇസ്രായേൽ വധിച്ചത് എന്നാണ്. ജനിൻ മേഖലയിലുള്ള തീവ്രവാദികളുടെ പല കേന്ദ്രങ്ങളും ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം തകർത്തത്. കഴിഞ്ഞ മാസം 28 മുതലാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നത്. ഇപ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു പരിസമാപ്തി എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് ഇസ്രായേൽ പറയുന്ന മറുപടി തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഹമാസ് നേരെ തിരിച്ച് ഇസ്രായേലിൻ്റെ മേലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഖത്തറിലുള്ള ഹമാസ് പ്രതിനിധികൾ ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് എത്രയും വേഗം വെടിനിർത്തൽ നിലവിൽ വരണമെന്നാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഹമാസ് തീവ്രവാദ സംഘടനയുടെ പ്രധാന നേതാക്കൾ പലരും ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇനി യാഹ്യ സിൻവറിനെ പോലെയുള്ള അപൂർവം പേര് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അവർക്ക് പുറം ലോകമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാനും കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തുരങ്കങ്ങളൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ തകർത്തു. ഒപ്പം ഇവർ ഒളിച്ചിരിക്കുകയായിരുന്ന പല കെട്ടിടങ്ങളും നേരിട്ട് ബുൾഡോസറുമായി എത്തി ഇസ്രായേൽ സൈന്യം ഇടിച്ചു തകർത്തിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഗാസയിൽ ഇനി തങ്ങൾക്ക് അധികകാലം നിലനിൽപ്പില്ല എന്ന കാര്യം ഹമാസ് തീവ്രവാദികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അമേരിക്കയോട് ഇത്തരത്തിലുള്ളൊരു അപേക്ഷ നടത്തി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഹിസ്ബുള്ളയോട് ഹമാസിനോടും തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തെക്കൻ ലെബനനിൽ ഇന്ന് ഇത്രയും ശക്തമായ തോതിലുള്ള വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത്.